തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഇഫ്താർ സ്നാക്സ് റെസിപ്പി ആയിട്ടാട്ടോ. അതിലോട്ട് വേണ്ടത് ഒരു 2 സവാള, ഒരു പിടി മല്ലിച്ചപ്പ്, പിന്നെ പച്ചമുളക്, ഇഞ്ചി അരിഞ്ഞത്, ചിക്കൻ മസാല, പിന്നെ ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്യുന്നത് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിലോട്ട് ആവശ്യമായ ഉപ്പ്. ഇതെല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ പുഴുങ്ങി വെച്ച മുട്ട ചില്ലി ആയിങ്ങാണ്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് മിക്സാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ചില്ലി ആക്കിയിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ കറിവേപ്പില ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 4-5 ടീസ്പൂൺ മൈദപ്പൊടിയാണ് ആഡ് ചെയ്തത്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെള്ളം കൂടിയും ആഡ് ചെയ്തത്. ഇതുപോലെ നല്ല രീതിയിൽ കൈവച്ചിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് ഇത് ഒരു ഉരുളകളാക്കി എടുക്കുകയാണ് വേണ്ടത്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. നല്ല സ്പൈസി ആയിട്ടുള്ള സ്നാക്സാണ്. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ പൊള്ളി ആയിട്ടാണ്. ട്രൈ ചെയ്യാത്തവർ ഈ റംസാനിന് ഇഫ്താർ സ്നാക്സായിട്ട് തയ്യാറാക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതുപോലെ നമ്മൾ റെഡിയാക്കി എടുക്കുക, ഉരുളാക്കി എടുക്കുക. പിന്നെ ഇത് മൈദപ്പൊടി, പിന്നെ നമ്മൾ മുളകിൻ്റെ പൊടിച്ചതും കുരുമുളക് പൊടി, ഇതാണ് ഇതിലേക്ക്. പിന്നെ നമ്മൾ ആ മൈദമാവിൽ മുക്കിയിട്ട് റിസ്കും പൊടി ആഡ് ചെയ്തിട്ട് ഓരോന്നോരോന്ന് ചട്ടിയിലിട്ട് പൊരിച്ചെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ക്രിസ്പിയാണ്, പുറമെ ഉള്ള് നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ ഇന്നത്തെ സ്നാക്സ് റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കല്ലേട്ടോ ഫ്രണ്ട്സ്. നല്ല സ്പൈസി മുട്ട സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് നമ്മൾ പൊരിച്ചെടുത്തിട്ട് പിന്നെ ടൊമാറ്റോ സോസ് ആഡ് ചെയ്തിട്ട് കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കണമെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇന്നത്തെ ഇഫ്താർ സ്നാക്സ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരനെ വീണ്ടും പറയുന്നു, ഇന്നത്തെ ഇഫ്താർ സ്നാക്സ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കാൻ മറക്കല്ലേട്ടോ ഫ്രണ്ട്സ്.